ഹലോ ഗൈസ്, റജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല മഴയായിരുന്നു. ഇന്നലെ രാത്രിയല്ല, രാത്രിക്ക് മുമ്പേ തൊട്ട് നല്ല മഴയായിരുന്നു. ഇവിടെയൊക്കെ നനഞ്ഞ് കിടക്കണം കേട്ടോ. ഇവിടെയൊക്കെ മൊത്തത്തിൽ നനഞ്ഞ് ഒരു ചെറിയ ഒരു തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ. മഴ പെയ്തപ്പോഴത്തേക്ക് അപ്പോഴേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ തക്കാളി കറിയാണ്, പിന്നെ ചായ. ഇപ്പം നമുക്ക് ഉണ്ടാക്കാൻ പോവാം. നമുക്ക് ആദ്യം തക്കാളി കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ എന്താ ഇരുമ്പിച്ചട്ടി വെച്ച് കൊടുക്കുക. അടുപ്പിരുന്ന സ്ഥലം അടുപ്പിൽ അവിടെയാണ് ഇരുന്നത്, അങ്ങേറ്റത്ത്. അപ്പം അവിടെ ഇരുട്ടായതുകൊണ്ട് ഈ മോൻ വന്നപ്പോൾ പറഞ്ഞു, മോനെ ഇത്തിരി ഞട്ടെടുത്ത് വെച്ചാന്ന് പറഞ്ഞ് അങ്ങനെ എടുത്ത് വെച്ച് എന്ന് ഇവിടെയാണ്. അപ്പം വെട്ടമുണ്ട് ജനലിൻ്റെ ആ ഭാഗവും കതകിൻ്റെ ആ ഭാഗമായിട്ട്. നമുക്ക് ഇത് ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ തേങ്ങാപ്പാലൊന്നും ഒഴിക്കുന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ ഈ തക്കാളി കറി വയ്ക്കണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാറുണ്ട്. ഒന്നും ഒഴിക്കണില്ല ഗൈസ്. അപ്പം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഇതാ കണ്ട ചായ. ഇപ്പം പെട്ടെന്ന് ചായ ചായയല്ല, ഒരുമിച്ചങ്ങിട്ട് രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ചായ കുടിക്കണം ഗൈസ്, എങ്ങനെയാണ്. അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഞാൻ ഈ മുമ്പൊക്കെ ഈ സവാളയൊക്കെ വഴറ്റുമ്പോൾ ഞാൻ കടുക് ഇടുകയായിരുന്നു കേട്ടോ. അപ്പോഴും എൻ്റെ മോളാണ് പറഞ്ഞത്, നമ്മൾ എല്ലാത്തിലും കടുക് ഇടണം, നല്ലതാണെന്ന് പറഞ്ഞു. അതൊരു ഭംഗി കഴിയും. ഇപ്പം കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി സവാള ഇട്ടു. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു വലിയ പച്ചമുളക്, ഒരു വലിയ കഷ്ണം വെളുത്തുള്ളി അതിനെ കുത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ശകല അത് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നല്ലതുപോലെ വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. സവാള എല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതാണ്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് തൊലി കളഞ്ഞിട്ടാണ് ഞാൻ തൊലി കെട്ടിക്കളയും കേട്ടോ. 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ തക്കാളി, 2 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിരുന്നു മിക്സ് ചെയ്ത് ഇതൊന്ന് വേവണത് വരെ നമുക്കിങ്ങനെ ഇളക്കിക്കാം. കുറച്ചൊന്നൊരു ഇതാവണത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ ഗൈസ്, ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും അതൊരു ശകലം ഒഴിക്കാതെ ആ ഒരു തക്കാളി കറിക്ക് ടേസ്റ്റ് കാണില്ല. അങ്ങനെ ഒരു ശകലം ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഈ സവാള എല്ലാം തക്കാളി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിയും സവാളയും വഴണ്ട് വന്ന് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഇത് 3 ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഗരം മസാല പൊടിച്ചത് ചേർക്കുകയാണ്. അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് വെക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ഇളക്കി എടുക്കാം. എന്നിട്ട് ഇതിലാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തക്കാളി കറിയെല്ലാം തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി ഇച്ചിരി കൂടെയൊക്കെ കിടന്നൊരിതാവും. സവാളയെല്ലാം നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം മസാലപ്പൊടികളെല്ലാം ചേർത്ത് ഇനി ഇതിലോട്ടൊരു ചെറിയ ഒരു സീക്രട്ട് ഉണ്ട്. ഇത്ര പഞ്ചസാര ഇതിലോട്ട് ഇടുകയാണ്. പിന്നെ നമ്മൾ മുട്ടക്കറിയിലിടൂലേ, ഞാൻ ഇടാറുണ്ട്. മുട്ടക്കറി നല്ല ടേസ്റ്റാണ്. അപ്പം അതുപോലെ തന്നെ ഇതിലോട്ട് കുറച്ച് പഞ്ചസാര, ഇച്ചിരി ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ഇടുമ്പോൾ ആ ഒരു പുളിപ്പും അതങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല രസമാണ്. രണ്ടും കൂടെ ചേരുമ്പോൾ മധുരവും പുളിയും കൂടെ. തക്കാളിയുടെ പുളിയാണ് കേട്ടോ. അത് വെന്ത് വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഉണ്ടല്ലോ, അപ്പോൾ ഇത് കുറേശ്ശെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് അതിൻ്റെ മണവും മല്ലിയിലയുടെ മണവും ആ പഞ്ചസാരയുടെ ആ ചെറിയ ഒരു മധുരവും പുളിപ്പും എല്ലാം കൂടി ചേർന്ന് നല്ല അടിപൊളിയായിട്ടുള്ള തക്കാളി കറിയാണ്. അപ്പോൾ ഇത് ഇച്ചിരി കൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം. ആ നേരത്തിന് നമുക്ക് അപ്പം ചൂടാം. എണ്ണ ഉരട്ടി കൊടുക്കുക. എണ്ണ ഉരട്ടാതെ നോൺസ്റ്റിക്ക് കൊണ്ട് തട്ടിയാണെങ്കിൽ അതിൻ്റെ മൂട് ശകലം പോയായിരുന്നു മച്ചി. അപ്പം ഇത് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം ഒന്ന് കൂട്ടിയിട്ട്
ഇനി ഇത് അടച്ച് വയ്ക്കുക. കണ്ട ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അടച്ച് വയ്ക്കുക. ഒരപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. ഇതാ അടുത്തത് നമ്മുടെ ഇത് അപ്പച്ചട്ടിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് ചുട്ടെടുത്തിട്ട് കാണാം. അങ്ങനെ നമ്മൾ അടിപൊളി തക്കാളിക്കറിയും നല്ല പൂ പോലത്തെ പാലപ്പവും റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ അപ്പം, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നു. എന്താ പാലപ്പവും ചായയും. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ മോളെ ഉറക്കത്തിൽ കിടന്നുകൊണ്ട് ഞാൻ അങ്ങ് റൂമിലോട്ട് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നു, എൻ്റെ ഒരു ഉമ്മ മണം അടിക്കണ. അപ്പം ഞാൻ ചോദിച്ചു എന്തോന്നും മണം? തക്കാളിക്കറിയുടെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് തക്കാളിക്കറി. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു അതൊരു സാധനം ഉണ്ടാകും എന്തരാ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെന്ന്. എന്നിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങി. ആളിപ്പഴീച്ച് വരും, പല്ലൊക്കെ തേച്ച് വരും കാപ്പി കുടിക്കാൻ. മോനും ഉറക്കം. അപ്പോൾ ഓക്കെ, ബൈ.